ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പോൾ വീട്ടിലാണുള്ളത്. വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പം ഒരു ഷേക്ക് ഉണ്ടാക്കിയാലോ എന്നൊക്കെ തോന്നി. അങ്ങനെ ഒരു ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കും പോലെയല്ല, ഈ കണ്ണൂർ കോക്ടെയിൽ ഇല്ലേ, അതിന്റെ ഒക്കെ ഒരു മോഡൽ ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായമൊക്കെ പറയണം. നമുക്ക് ഷേക്കിലേക്ക് പോവാന്ന്. നമുക്കിനി റെസിപ്പിയിലേക്ക് പോവാം. നമ്മൾ പറഞ്ഞു ഇത് കണ്ണൂർ കോക്ടെയിൽ അല്ല, അതിൻ്റെ വേറൊരു വേഷനാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് വേവിച്ച ക്യാരറ്റ്. ഇത് 2 മീഡിയം സൈസ് ക്യാരറ്റാണ്. ഇത് വേവിച്ചിട്ട് ഒരു 5 വിസിൽ ആക്കിയിട്ടാണ് എടുത്തത്. ഇത് വേവിച്ച ക്യാരറ്റ്, പിന്നെ ഷമാമ്, ഇതാണ് നമ്മളെ പ്രത്യേകത. നമ്മൾ ഇത് ഷമാമും ചേർക്കുന്നുണ്ട്. പിന്നെ പപ്പായ, ഇത് നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അനാർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഐസ്ക്രീം ചേർത്തിട്ടാണ് നമ്മൾ ജ്യൂസ് അടിക്കുന്നത്. ഞാനിതാ ഇവിടെ ഒരു സ്കൈൻ്റെ ഒരു ബോൾ ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ പാല് കുറച്ച് കട്ടേ ആയിട്ടുള്ളൂ, കാരണം കറണ്ട് പോയപ്പം ഇതായിപ്പോയി, ലൂസായിപ്പോയി കുറച്ച്. പിന്നെ ആവശ്യത്തിന് വേണ്ട പഞ്ചസാര, നമ്മൾ മിക്സിൻ്റെ ജാറ്. നമ്മളിനി ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ഷേക്ക് ഉണ്ടാക്കാൻ പോണേ. ഇതിന് എന്ത് പേര് വിളിക്കണം എന്ന് വെച്ചാൽ ഒരു മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് നമുക്ക് വിളിക്കാം. കാരണം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കണ്ണൂർ കോക്ടെയിലിന്റെ വേറൊരു ഇതെന്ന് പറയാം. കാരണം അതിൽ നമ്മൾ ഷമാമൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇവിടെ നമ്മൾ ഷമാമൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഷമാമൊക്കെ ചേർത്തിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് വെറുതെ നമ്മൾ സാധാരണ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കും പോലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മുടെ വേവിച്ച ക്യാരറ്റ്. ഇത് നല്ലോണം തണുപ്പായതാണ്. വേവിച്ച ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഷമാമും പപ്പായ ഇട്ട് കൊടുക്കാം. നമ്മുടെ പപ്പായ നമ്മൾ അല്ലാണ്ട് ഇങ്ങനെ കഴിക്കില്ലല്ലോ. പപ്പായയും ഷമാമും അതേപോലെ തന്നെ നമ്മൾ അല്ലാണ്ട് കഴിക്കില്ലല്ലോ. അത് അതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്കാർക്കും അത്ര അങ്ങനെ ജ്യൂസ് അല്ലാതെ കുടിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞങ്ങളിത് ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം. ഓൾറെഡി ഇതിന് ഷമാമിനൊന്നും അത്ര മധുരമില്ല, പപ്പായക്ക് അത്യാവശ്യം കുറച്ച് മധുരമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടാം. ഇത് ഇൻഡിവിജ്വലി ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ഇടാം. ഇനി പാല്. കട്ടയൊക്കെ പോയിട്ടുണ്ട് പാലിൻ്റെ. നമ്മുടെ ഐസ്ക്രീം. കുറച്ച് ഐസ്ക്രീം നമുക്ക് ഗാർണിഷിങ്ങിന് വെക്കാം. ഇത്രയാണിതാ. ഇതിന് ഞാൻ പോയിട്ട് അടിച്ചിട്ട് വരാം കേട്ടോ. നമ്മൾ അടിപൊളി പപ്പായ ഷമാം ക്യാരറ്റ് ഷേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാൻ എന്താ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പകർത്താം. ഇതിങ്ങനെയാട്ടോ ഉള്ളത്, കളർ ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് അലങ്കോലപ്പെടുത്താം.
കുറച്ച് ഐസ്ക്രീം, അതിന് ചുറ്റും നമുക്ക് ഈ അനാറിട്ട് കൊടുക്കാം. ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.